പത്തരമാറ്റിൻ്റെ ഇനി വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഗേന്ദ്രൻ്റെ കയ്യിൽ നിന്നും മാളവികയെ രക്ഷിച്ച ആദർശ് അവളെ അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ അഴക്കുകയാണ് കേട്ടോ. മാളവികയും കൂട്ടി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് നാഗേന്ദ്രനും കൂട്ടരും അവരുടെ കാർ തടയുകയാണ്. ആ വണ്ടിയിൽ നിന്നും നാഗേന്ദ്രൻ ഇറങ്ങുകയാണ് കേട്ടോ. ഫോട്ടോയിൽ കണ്ട മുഖമായതിനാൽ ആദർശിന് അപ്പോൾ തന്നെ ആളെ മനസ്സിലാവുകയാണ് കേട്ടോ. പക്ഷേ നാഗേന്ദ്രനെ അറിയില്ലല്ലോ ആദർശ് അവനെ തിരിച്ചറിഞ്ഞത്. നാഗേന്ദ്രൻ ആദർശിനോടായി പറയും, ആദർശ്, നിനക്ക് ഈ മുഖം എവിടെയെങ്കിലും പരിചയമുണ്ടോ? ആദർശ് അറിയാത്തതുപോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ എൻ്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിനക്കറിയാൻ കഴിഞ്ഞേക്കും. ഞാൻ നാഗേന്ദ്രൻ, നിൻ്റെ അപ്പച്ചിക്ക് ഭർത്താവായിട്ട് വരും. അതായത് അഭിയുടെയും അവന്തികയുടെയും അച്ഛൻ. ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണും. അല്ലെങ്കിലും താനാണ് ഇതിന് പിന്നിലെന്ന് ഞങ്ങൾ എന്നേ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ആ മുഖം മൂടി മാറ്റി താൻ മുൻനിരയിലേക്ക് വരാൻ വേണ്ടി കാത്തു നിന്നതാ. അപ്പോൾ ഇവൻ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇവൻ നിസ്സാരക്കാരനല്ല. പിന്നെ അവളെ ഇങ്ങോട്ട് വിട്ടു തന്നേക്ക് ആദർശ്. നിനക്ക് വേണ്ടി എൻ്റെ ഓഫീസിൽ വന്ന് സ്പൈ വർക്ക് ചെയ്തിട്ട് അവളങ്ങ് പൊടിയും തട്ടി പോയാലെങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് പോയി പിടിക്കട എന്ന ഗുണ്ടകളോട് ആജ്ഞാപിക്കുകയാണ് കേട്ടോ അയാൾ. അങ്ങനെ അവന്മാരെ രണ്ടുപേരെയും അടിച്ചൊതുക്കിയിട്ട് ആദർശ് നാഗേന്ദ്രനോട് പറയും, പഴയ കണക്ക് വെച്ച് നീ കളിക്കുന്നത് അനന്തപുരിക്കാരോടാണെന്ന് ഓർക്കണം. നിനക്കറിയാലോ മുത്തശ്ശനെ. ആ മുത്തശ്ശൻ്റെ കൊച്ചുമകനാണ് ഞാൻ. അതിൻ്റെ ഗുണം എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കളിക്കാൻ വല്ല കളിയും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിപ്പൊക്കോളണം എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് മാളവികയെ എയർപോർട്ടിൽ സേഫായിട്ട് എത്തിക്കുകയാണ് കേട്ടോ. പിന്നീട് നയന മുത്തശ്ശനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേട്ട് മുത്തശ്ശനും സന്തോഷമാവുകയാണ് കേട്ടോ. മോളെ, ആ നാഗേന്ദ്രൻ അവൻ എവിടെയാണെന്ന് എനിക്കറിയണം. അവൻ്റെ അഡ്രസ്സ് എൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യണം എത്രയും പെട്ടെന്ന്. എനിക്ക് അവനെ നേരിലൊന്ന് കാണണം എന്ന് പറയുകയാണ് കേട്ടോ. മോളെ, എനിക്ക് നിങ്ങളെ രണ്ടാളെയും കാണണം. നാളെ അമ്പലത്തിൽ വരണം. ഞാനും ആദർശേട്ടനുമാണ് മുത്തച്ഛ എന്ന് നയന ചോദിക്കുകയാണ് കേട്ടോ. പിന്നല്ലാതെ നിങ്ങൾ രണ്ടുപേരുമാണ് നാളെ വരേണ്ടത്. അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ പോവുകയാണോ മുത്തശ്ശ എന്ന് നയന ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ നാളെ ഞാൻ പറയാം. പിന്നീട് മുത്തശ്ശൻ നാഗേന്ദ്രൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ. മൂർത്തി മുത്തശ്ശനെ കണ്ട് നടുങ്ങി നിൽക്കുകയാണ് നാഗേന്ദ്രൻ. അച്ഛ എന്ന് വിളിക്കുകയാണ് നാഗേന്ദ്രൻ. അച്ഛൻ ഇരിക്ക്. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. നീ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമായാണ് എനിക്ക് നിന്നെ പറഞ്ഞു വിടേണ്ടി വന്നത്. അതിന് നീ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതാണല്ലേ? അച്ഛ, ഇല്ല ആദർശ്, അവൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളെയും ഭാര്യയെയും കാണാൻ വന്നതാ. മിണ്ടരുത്. നീ ഇനി പരിശുദ്ധനാകാൻ ശ്രമിച്ചാൽ ഇതിനകത്തിട്ട് ഞാൻ നിന്നെ കത്തിച്ചു കളയും. അവിടെ നിന്റെ നിഴൽ പോലും ഇനി കണ്ടേക്കരുത്. കണ്ടാൽ വെട്ടി നുറുക്കിക്കളയും ഞാൻ എന്ന് പറഞ്ഞിട്ട് കാരൻ്റെ കുറ്റി നോക്കിയിട്ട് ഒന്ന് കൊടുക്കുവാണ് കേട്ടോ. പിറ്റേന്ന് അമ്പലത്തിൽ ആദർശും നയനയും ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. മുത്തശ്ശൻ വേഗം ചെന്ന് ആദർശിൻ്റെ തോളിൽ കൈവച്ചിട്ട് പറയും, എൻ്റെ മോനെ മുത്തശ്ശൻ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? അതൊന്നും സാരമില്ല മുത്തശ്ശൻ. അതിന് ഞാൻ വീണ്ടും വീണ്ടും വിജയിച്ച് കാണാൻ വേണ്ടിയല്ലേ മുത്തശ്ശൻ ഇങ്ങനെ ചെയ്തത്. എനിക്ക് മുത്തശ്ശനെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ. എന്നിട്ടവൻ മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയും, വീട്ടിലൊരു പൂജയുണ്ട്. ഞാൻ പറയുന്ന സമയത്ത് രണ്ടാളും അങ്ങോട്ട് വന്നേക്കണം. എന്നിട്ട് മറ്റൊരു മുഹൂർത്തത്തിൽ നീ MD കസേരയിലും ഇരിക്കണം എന്ന് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. പിന്നീട് നാഗേന്ദ്രൻ അഭിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് അഭിക്ക് പേടിയാവുകയാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകണ്ടല്ലേ? ചെന്നാൽ മുത്തശ്ശൻ അടിച്ചു പുറത്താക്കും, ഉറപ്പാണ്. എടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവന്തികയെ പോലെ നീയും ഒന്നും അറിയില്ലെന്ന് നടിക്ക്. നിന്നെ പോലെ തന്നെയല്ലേ നവ്യയും ഇവിടെ ജോലി ചെയ്തത്. നവ്യ ഉള്ളതിനാൽ നിന്നെ പുറത്താക്കില്ല. അതുകൊണ്ട് നീ ധൈര്യമായി ചെല്ല്. എന്നിട്ട് അവന്തികയുടെയും അനിയുടെയും നിശ്ചയം ഭംഗിയായിട്ട് നടത്താൻ നോക്ക്. ഈ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കരുത്. ഇത് നമ്മുടെ അവസാനത്തെ അവസരമാണെന്ന് ഓർത്തോളണം എന്ന് നാഗേന്ദ്രൻ പറയുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശൻ്റെ നിർദ്ദേശപ്രകാരം ആദർശ നയനയും അനന്തപുരിയിലെത്തുകയാണ് കേട്ടോ. അവരെ എല്ലാവരും വരവേൽക്കുകയാണ്. അവിടെ പൂജകളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ് കേട്ടോ. ദേവയാനിക്കും മുത്തശ്ശിക്കുമൊക്കെ സന്തോഷമാവുകയാണ് കേട്ടോ. പിന്നീട് നയന ആദർശിനോട് പറയുകയാണ് കേട്ടോ, ആദർശേട്ടാ, എനിക്ക് അനിയുടെ കാര്യം ഓർത്തിട്ട് പേടിയാവുന്നുണ്ട്. അതെന്താ നയനെ, അവനെന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, അവൻ ഇന്ന് വന്നപ്പോൾ എനിക്ക് അവന്തികയുമായുള്ള വിവാഹം ഇഷ്ടമില്ല. ആത്മഹത്യ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. മുത്തശ്ശനെ ആണെങ്കിൽ പിണക്കാനും വയ്യ എന്നാണ് പറഞ്ഞത്. അവൻ ഇനി വല്ല കടുങ്കയും ചെയ്യുമോ ആദർശേട്ടാ? എനിക്ക് പേടിയാവുന്നുണ്ട്. ഉടനെ തന്നെ ആദർശ് അനിയെ ചെന്ന് കാണുകയാണ് കേട്ടോ. ചേട്ടാ, എനിക്ക് മുത്തശ്ശനെ വിഷമിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അവന്തികയുമായുള്ള വിവാഹം എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ല. എടാ, അവന്തിക നല്ല കുട്ടിയാ. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നന്ദുവാണ്. അതാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. വിവാഹം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. എൻ്റെ കാര്യം തന്നെ നോക്കിയേ. ഞാനും നയനയും എങ്ങനെയായിരുന്നു? എന്നിട്ടിപ്പോൾ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നില്ലേ? പിരിയാനാവാത്ത വിധം ഞങ്ങൾ ഇപ്പോൾ അടുത്തു പോയില്ലേ? ഇതും അത്രയുള്ളൂ. നയനയെടുത്തിയെ പോലെയല്ല അവന്തിക. ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ മുമ്പിൽ ഇപ്പോൾ 2 വഴിയുള്ളൂ. ഒന്നില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുകയാണ് കേട്ടോ അനി.
ഒടുവിൽ നിവൃത്തിയില്ലാതെ അമ്പലത്തിൽ വെച്ച് അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്തുകയാണോ ആദർശ്. ഇതൊന്നും അറിയാതെ അനന്തപുരിയിൽ അനിയുടെയും അവന്തിയുടെയും വിവാഹ നിശ്ചയത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് ആദർശ് അനിയും നന്ദുവുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഇവരെ കണ്ടതും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണോ. മുത്തച്ഛ, എനിക്ക് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടി വന്നു. അവന്തികയുമായുള്ള എൻ്റെ വിവാഹം നടന്നാൽ ഇവൻ ജീവനോടെ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് ഇവൻ്റെ ജീവനാണ് വലുത്, അതുകൊണ്ട് ഞാൻ അതിന് കൂട്ടുനിന്നു എന്ന് പറയുകയാണോ ആദർശ്. മുത്തച്ഛനും മുത്തശ്ശിയും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണോ. നന്ദുവിനെ അവർക്കും ഇഷ്ടമാണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നന്ദുവിനെ നോവിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് മുത്തച്ഛൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ജാനകി ചോദിക്കുകയാട്ടോ. അനി, ഇതിവിടെ നടക്കില്ല. നീ ഇവളെയും കൊണ്ട് ഇവിടെ താമസിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഈ വീട്ടിലേക്ക് ഞാൻ ഇവളെ കയറ്റില്ല എന്ന് ജാനകി പറയുകയാണ്. ഇത് കേട്ട് അവന്തികയും ചോദിക്കുകയാണ്, മുത്തച്ഛ, ഞാനിനി എന്ത് ചെയ്യും? ഒരു നിമിഷം ഞാനിനി ജീവനോടെ ഇരിക്കില്ല. എന്നെ ഇവൻ ഇത്രയും നാണം കെടുത്താൻ ഞാൻ ഇവനോട് എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവന്തിക. നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞതാ. എന്നിട്ടും നിന്റെ വാശി മാത്രമാ ഇവിടെ കൊണ്ടെത്തിച്ചത്. അവന്തിക ഇരുന്ന് കരയുകയാണ് കേട്ടോ. അതേസമയം നന്ദു ആണെങ്കിൽ പേടിച്ചിട്ട് കനകയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ കനക മിണ്ടാതെ നിൽക്കുകയാണ്. എടാ ആദർശേ, നിനക്ക് MD സ്ഥാനം വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, അതിന് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജാനകി ചോദിക്കുകയാണോ. ജാനകി, അവൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത്? അനി ജീവിച്ചിരിക്കില്ലെന്ന് തോന്നിയപ്പോൾ ഇഷ്ടപ്പെട്ട പെണ്ണുമായിട്ട് അവൻ്റെ വിവാഹം അവൻ നടത്തിക്കൊടുത്തു, അതിനെന്താ എന്ന് ദേവയാനി പറയുകയാണോ. എൻ്റെ മോൻ്റെ ജീവിതമാ നിങ്ങൾ എല്ലാവരും കൂടി നശിപ്പിച്ചത്. ജീവിതം അപ്പോൾ ആദ്യം ഞാനൊരു വിവാഹം കഴിച്ചിരുന്നില്ലേ? അത് അമ്മയുടെ നിർബന്ധപ്രകാരമായിരുന്നല്ലോ. അപ്പോൾ അമ്മ എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്ന് അനി ചോദിക്കുകയാണോ. അതേടാ, ഞാനാണ് നിന്റെ ജീവിതം നശിപ്പിച്ചത്. വീട്ടിലേക്ക് 3 പെൺമക്കളെ ഓസിന് കെട്ടിച്ചയച്ചവരെല്ലാം നല്ലവര്. ജാനകി, നീ ഒന്നും മിണ്ടാതിരിക്കെ എന്ന് അജയൻ പറയുകയാണോ. ഇത് കേട്ട് കനക നന്ദുവിൻ്റെ അടുത്ത് എന്നിട്ട് പറയും, ഇതിനായിരുന്നല്ലേ നീ രാവിലെ ഞങ്ങളുടെ കാല് തൊട്ട് വണങ്ങിപ്പോയത്? ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു മോളെ. ഇങ്ങനെയൊക്കെ കേൾപ്പിക്കാനല്ലേ നീ ഇപ്പോൾ ഈ വിവാഹം കഴിച്ചത്? അങ്ങനെ അവിടെ ജാനകിയും കനകയും തമ്മിൽ വാക്തർക്കമാവുകയാണോ. ഇതേ സമയം ദേഷ്യം വന്ന അബി ഉടനെ തന്നെ അനാമികയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണോ. അതിന് അവൻ ആരെയെങ്കിലും കെട്ടട്ടെ, എനിക്കെന്താ? അനാമികയെ, നീയുമായുള്ള ഡിവോഴ്സ് കഴിയാതെയാണ് ഈ നിശ്ചയം നടന്നിട്ടുള്ളത്. അത് നിയമവിരുദ്ധമാണ്. ഓഹോ, അപ്പോൾ അവന്തികയുമായിട്ടാണ് ഈ നിശ്ചയം നടന്നിരുന്നതെങ്കിൽ ഇത് നിയമവിരുദ്ധമാവുകയില്ലേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ അനുജത്തിയുടെ വിവാഹ നിശ്ചയമാണെന്ന് പോലും എന്നോട് പറഞ്ഞു. അത് ഞാൻ മുടക്കുമെന്നോർത്തല്ലേ. ഇപ്പോൾ അവൻ നന്ദുവിനെ കെട്ടിയപ്പോൾ ഈ അനാമികയെ ഓർമ്മ വന്നല്ലേ? അനാമികയെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവന്തികയുമായിട്ട് അനിയുടെ നിശ്ചയം നടന്നാലും ഞാൻ അപ്പോൾ തന്നെ നിന്നെ വിളിക്കാനിരുന്നതാ. അപ്പോൾ നിനക്കും നിന്റെ അച്ഛനും ചോദിക്കുന്ന പണം അയാൾ എടുത്തു തരുമെന്നല്ല, അയാൾക്ക് തന്നേ പറ്റൂ. നിന്നെ അറിയിക്കാതിരുന്നത് അത് നീ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിട്ട് തന്നെയാ. ഇപ്പോൾ നിനക്കിത് നല്ല അവസരമാണ് അനാമികയെ. ഡിവോഴ്സ് കഴിയാതെയാണ് അവൻ്റെ നിശ്ചയം നടത്തിയതെന്ന് നീ പറയും. അപ്പോൾ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യും. മുത്തച്ഛനപ്പോൾ അനിയെ ഈ കേസിൽ നിന്നും ഊരിയെടുത്തേ മതിയാവും. അതുകൊണ്ട് നീയും അച്ഛനും ചോദിക്കുന്ന പണം കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ പോലീസിനെയും കൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അബി കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ശരിയാ മോളെ, ആ കിളവൻ്റെ കയ്യിൽ നിന്ന് നല്ല തുക കൈക്കലാക്കാൻ പറ്റിയ അവസരമാണിത്. അനാമികയ്ക്കും അച്ഛനും സന്തോഷമാവുകയാണ് കേട്ടോ. ശരിയാ അച്ഛാ, ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. പിന്നീട് അനന്തപുരിയിലേക്ക് അനാമിക പോലീസുമായി എത്തുകയാണ് കേട്ടോ. പോലീസ് വേഗം വന്നിട്ട് മുത്തശ്ശനോട് പറയും, സാർ, ഈ നിശ്ചയം നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദർശ് പറയും, സാർ, ഇത് നടത്തിക്കൊടുത്തത് ഞാനാണ്, എൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അനിയെയും ആദർശിനെയും അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇത് കണ്ട് അനാമികയ്ക്കും അവന്തികയ്ക്കും സന്തോഷമാവുകയാണ് കേട്ടോ. എടീ, നീ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇവിടെയുള്ള ആരെയോ കൈയുണ്ടെന്ന് എനിക്കറിയാം. പോടാ, നിനക്ക് കെട്ടണമെങ്കിൽ എനിക്ക് എൻ്റെ കോമ്പൻസേഷൻ തന്നിട്ട് നിനക്ക് കെട്ടിക്കൂടെ? ഇപ്പോൾ നീ സുഖമായിട്ട് ജയിലിൽ പോയി കിടക്ക്. അങ്ങനെ ആദർശിനെ അനിയനെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ട് ജാനകി പറയും, നിനക്ക് തൃപ്തിയായില്ലേടി? എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ട് കയറി വന്നത്? ജാനകി, മതി. മുത്തശ്ശൻ നയനയോട് പറയും, മോളെ, നന്ദുവിനെ വിളിച്ച് അകത്ത് കയറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.